ഞാൻ ഏഞ്ചൽ പി എലിയാസ്, ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ. പ്രധാന വാർത്തകൾ. സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയായ നിയോം സിറ്റിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. രാജ്യാന്തര ടൂറിസ്റ്റ് നഗരമായതിനാൽ അതീവ ശ്രദ്ധയും അത്യധ്വാനവും ആവശ്യമായ പദ്ധതിയാണിതെന്ന് നിയോം സിറ്റി CEO നദ്മി അൽ നസ്ര പറഞ്ഞു. മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കുക. ഏതാനും മാസങ്ങൾക്കകം തന്നെ വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ സ്വപ്ന നഗരിയുടെ നിർമ്മാണം ആരംഭിക്കും. മിസ്ക് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സംരംഭം എന്ന നിലയിൽ സ്വപ്ന നഗരിയുടെ ഭാഗമാക്കുന്നതിന് നിരവധി സ്വദേശികൾ മുന്നോട്ട് വരുന്നതായും നിയോം സിറ്റി മേധാവി അറിയിച്ചു. ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ മിസ്ക് ഫൗണ്ടേഷനുമായുള്ള നിയോമിന്റെ സഹകരണം നഗരനിർമ്മിതിയോടെ അവസാനിക്കുന്നില്ല. മാത്രമല്ല, സ്വദേശികളെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ വമ്പൻ പദ്ധതികളുമായി ഇരുവിഭാഗവും ദീർഘകാലാടിസ്ഥാനത്തിൽ സഹകരിക്കുമെന്നും നദ്മി അൽ നസ്ർ പറഞ്ഞു. സ്വപ്ന പദ്ധതിയുടെ നേട്ടങ്ങളിൽ തങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ടെന്നും ഏറ്റവും ഉചിതമായ സമയത്താണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുറമേ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുന്നില്ലെങ്കിലും അനിതര സാധാരണവും ക്രിയാത്മകവുമായ നിർദ്ദേശങ്ങളെ തങ്ങൾ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ന്യൂസ് ടുഡേ, റിയാദ്. മംഗലാപുരത്ത് നിന്നും 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് പറന്നെത്തിയ ആംബുലൻസ് ഡ്രൈവറാണ് ഇപ്പോഴത്തെ താരം. ശരവേഗത്തിൽ കുഞ്ഞിന്റെ ജീവനും കൊണ്ടെത്തിയ ആംബുലൻസിന്റെ വളയം പിടിച്ചത് ഹസൻ ദേളി എന്ന കാസർഗോട്ടുകാരനാണ്. ശരവേഗത്തിൽ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് അമൃതയിലേക്ക് എത്തിയ ആംബുലൻസിന്റെ വളയം പിടിച്ച ഹസൻ ദേളി താരമായി മാറുകയാണ്. 4 മണിക്കൂറിൽ ആംബുലൻസുമായി ഹസൻ പറന്നത് 450ഓളം കിലോമീറ്ററുകളാണ്. KL60J7739 എന്ന ആംബുലൻസിന്റെ വളയം തിരിക്കുമ്പോൾ ഹസന്റെ മനസ്സിൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങളും തിരിഞ്ഞുമറിഞ്ഞ റോഡുമെല്ലാം ഹസന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വഴിമാറിക്കൊടുത്തു. കാസർഗോഡ് ജില്ലയിലെ ഉദുമ മുക്കുന്നോത്ത് സ്വദേശി ഹസൻ ദേളി എന്ന 34കാരൻ തന്റെ ദൗത്യം ഏറ്റവും കൃത്യമായി നിർവഹിച്ചതിന്റെ പേരിൽ ഏവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നത്. രാവിലെ 11:15 മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട ആംബുലൻസ് 4 മണി പിന്നിട്ടപ്പോഴാണ് അമൃതയിലെത്തിയത്. കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താഹ് ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഹസന്റെ തോളിലേറി ജീവന് വേണ്ടി ആശുപത്രിയിൽ പോരടിക്കുന്നത്. CH മുഹമ്മദ് കോയ സ്മാരക സെന്റർ ഉദുമയുടേതാണ് ആംബുലൻസ്. അതേസമയം കുഞ്ഞിന്റെ ചികിത്സയ്ക്കാവശ്യമായ എല്ലാ ചിലവും ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ വഹിക്കാനും തീരുമാനമായി. ന്യൂസ് ടുഡേ, കൊച്ചി. പത്തനാപുരത്ത് രാഹുൽ ഗാന്ധി നടത്തിയ തീപ്പൊരി പ്രസംഗം പരിഭാഷപ്പെടുത്തി ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ജ്യോതി വിജയകുമാർ. പല പ്രസംഗങ്ങളും പരിഭാഷപ്പെടുത്തുമ്പോൾ അരോചകമാവുന്ന കാലത്ത് അതിൽ നിന്നും ഏറെ വ്യത്യസ്തയാണ് ജ്യോതി. ചെങ്ങന്നൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന D വിജയകുമാറിന്റെ മകളാണ് ജ്യോതി. തിരുവനന്തപുരത്തെ IAS അക്കാദമിയിലെ പരിശീലക. പത്തനാപുരത്ത് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പരിഭാഷയുടെ സൗന്ദര്യം ലോകമെങ്ങുമുള്ള കേൾവിക്കാരിലെത്തിയിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും സാമൂഹ്യ മാധ്യമങ്ങൾ ജ്യോതിയെ ഏറ്റെടുത്തു. ഇപ്പോൾ അതിന്റെ ആഘോഷമാണ്. രാഹുലിന്റെ പത്തനാപുരം പ്രസംഗം ശരിക്കും തീപ്പൊരി തന്നെയായിരുന്നു. രാഹുൽ ശക്തമായി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് അങ്ങനെയൊരു പരിഭാഷയില്ലായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ താരമായ രാഹുലിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ പാർട്ടിയും മുന്നണിയും പ്രയാസപ്പെടുമായിരുന്നു. രാഹുൽ ഗാന്ധി എന്ന ആധുനിക കാലത്തിന്റെ നേതാവ് ഹൃദയം കൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് ഹൃദയഭാഷയിൽ തന്നെയുള്ള മലയാളം കണ്ടെത്തുക അത്ര എളുപ്പമല്ലെന്ന് തൊട്ടടുത്ത് പത്തനംതിട്ടയിൽ പ്രൊഫസർ PJ കുര്യൻ നടത്തിയ പരിഭാഷ തെളിയിച്ചു. തിരുവനന്തപുരം സിവിൽ സർവീസ് അക്കാദമിയിലെ സോഷ്യോളജി ഫാക്കൽറ്റിയായി ജോലി ചെയ്യുന്ന ജ്യോതി ഇതിനു മുൻപ് 2016 സോണിയാഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ പ്രസംഗം പരിഭാഷപ്പെടുത്തിയിരുന്നു. സോണിയാഗാന്ധിയുടെ പ്രസംഗത്തിന് കൃത്യമായ പരിഭാഷ നിർവഹിച്ച ജ്യോതിയെ അന്ന് സോണിയാഗാന്ധി പ്രത്യേകമായി അഭിനന്ദിച്ചിരുന്നു. പരിഭാഷയ്ക്ക് നല്ല ഗൃഹപാഠം ആവശ്യമാണെന്ന് ജ്യോതി പ്രസംഗാനന്തരം പറയുകയുണ്ടായി. ന്യൂസ് ടുഡേ, പത്തനാപുരം. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ആവശ്യപ്പെടുന്ന ഹർജി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി. ശബരിമല വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹർജി പരിഗണിക്കുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി കേന്ദ്ര സർക്കാരിനും കേന്ദ്ര വഖഫ് കൗൺസിലിനും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനും നോട്ടീസ് അയച്ചു. അതേസമയം ഹർജിക്കെതിരെ EK സുന്നി വിഭാഗം രംഗത്തെത്തി.
പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന വാദം അംഗീകരിക്കുന്നില്ലെന്നും വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ കോടതി ഇടപെടുന്നതിനെ അംഗീകരിക്കുന്നില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു. ശബരിമല പ്രശ്നത്തിലടക്കം മതനേതാക്കൾ പറയുന്നത് കേൾക്കണമെന്നും മുസ്ലിം സ്ത്രീകൾ സ്വന്തം വീട്ടിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥന നടത്താൻ സ്ത്രീകളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി പരിഗണിച്ചത്. മഹാരാഷ്ട്ര സ്വദേശികളായ മുസ്ലിം കുടുംബമാണ് ഈ ആവശ്യവുമായി കോടതിയിലെത്തിയത്. ജസ്റ്റിസ് എസ് എ ബോബ്ഡെ, ജസ്റ്റിസ് അബ്ദുൾ നസീർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിധി ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം പള്ളികളിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ടുഡേ, ന്യൂഡൽഹി. ടിക്ടോക്ക് മൊബൈൽ ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചു. മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഗൂഗിളിന്റെ നടപടി. നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ആപ്പ് കാരണമാവുന്നതായി പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസവും ടിക്ടോക്ക് ചിത്രീകരണത്തിനിടെ വെടിയേറ്റ് യുവാവ് മരിച്ചിരുന്നു. പ്രശസ്ത സോഷ്യൽ മീഡിയ മൊബൈൽ ആപ്പാണ് ടിക്ടോക്ക്. ടിക്ടോക്കിന്റെ പ്രവർത്തനം നേരത്തെ മദ്രാസ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിനെതിരായ അപ്പീലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളി. ഇതിനെ തുടർന്ന് രാജ്യമാകെ ടിക്ടോക്ക് തടയാൻ ഗൂഗിളിനോട് സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇന്ത്യയിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ടിക്ടോക്ക് നീക്കിയത്. അതേസമയം ടിക്ടോക്കിനായി വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ് യുവാവ് മരിച്ചു. ദില്ലിയിൽ ശനിയാഴ്ചയാണ് സംഭവം നടന്നത്. സൽമാൻ സാക്കിറാണ് വെടിയേറ്റ് മരിച്ചത്. സൽമാൻ സുഹൃത്തുക്കളായ സൊഹൈൽ, അമീർ എന്നിവരോടൊപ്പം ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കാൻ ശനിയാഴ്ച രാത്രി എത്തിയിരുന്നു. മടങ്ങും വഴി സൽമാൻ വാഹനം ഓടിക്കുമ്പോൾ സൊഹൈൽ കൈവശമുണ്ടായിരുന്ന നാടൻ തോക്ക് സൽമാന്റെ കവിളിനു നേരെ ചൂണ്ടി ടിക്ടോക്ക് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. സൽമാന്റെ കവിളെല്ല് തകർത്താണ് വെടിയുണ്ട പാഞ്ഞത്. ബന്ധുവിന്റെ സഹായത്തോടെ സുഹൃത്തുക്കൾ സൽമാനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 11:30 സൽമാന്റെ മൃതദേഹം ആശുപത്രിയിൽ ഉപേക്ഷിച്ച് 3 പേരും രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ടുഡേ, ന്യൂഡൽഹി. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽപാത കേരള സർക്കാർ അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലൂടെ പ്രതിഷേധ സൂചനയായി തീവണ്ടി യാത്ര ആരംഭിച്ചു. ഐതിഹാസികമായ പ്രതിഷേധ പ്രചരണ ജാഥ കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നുമാണ് പുറപ്പെട്ടത്. നിലമ്പൂർ വയനാട് തീവണ്ടിയുടെ പ്രതീകാത്മകമായ ബോഗികളും എഞ്ചിനുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ പ്രതിഷേധ പ്രചരണ ജാഥ കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കേന്ദ്ര ഗവൺമെന്റ് വർഷങ്ങൾക്ക് മുമ്പേ 6000 കോടി രൂപ അനുവദിച്ചതും കേന്ദ്ര റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഇടം നേടിയതുമായ പ്രസ്തുത പദ്ധതി ഇതേവരെ പഠനങ്ങൾ ആരംഭിക്കാത്ത തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി കേരള മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതുകൊണ്ടാണ് പദ്ധതി അട്ടിമറിക്കുന്നത്. നിലമ്പൂർ നഞ്ചൻകോട് പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നൽകിയ 2 കോടിയുടെ ചെക്ക് ഗവൺമെന്റ് ബൗൺസ് ആക്കി. പദ്ധതി ആരംഭിക്കാനിരിക്കെ മെട്രോമാൻ ശ്രീധരനെ മാനസികമായി തകർത്താനും ശ്രമിച്ചു. ഇതുവരെ പഠനങ്ങൾ ആരംഭിക്കാത്ത തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി 18 കോടി രൂപ ചെലവാക്കി. റെയിൽപാത പ്രാവർത്തികമായാൽ 4 മണിക്കൂർ കൊണ്ട് 160 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ എത്താൻ കഴിയുമെന്ന് സംഘാടകർ പറയുന്നു. എല്ലാ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും കേരളത്തിലെ സുവർണ പദ്ധതിയായ ഈ നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽപാത അട്ടിമറിച്ച സംസ്ഥാന സർക്കാർ നടപടി അപലപനീയമാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. വിവിധ ജില്ലകളിലൂടെ പര്യടനം നടത്തുന്ന തീവണ്ടി യാത്ര ചരിത്രകാരനായ MGS നാരായണൻ, ദേശീയ പുരാവസ്തു ഗവേഷകനായ പത്മശ്രീ KK മുഹമ്മദ് എന്നിവർ സംയുക്തമായാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. MDF പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് ഫോറം ദേശീയ വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ CE ചാക്കുണ്ണി, കൺവീനർ ജോഷി പോൾ, PA ഹംസ, KC അബ്ദുൾ റഹ്മാൻ, CK മൊറയൂർ, K സൈഫുദ്ദീൻ, SA അബൂബക്കർ, എടക്കുനി അബ്ദുൾ റഹ്മാൻ, സന്തോഷ് വടകര, സെക്രട്ടറി ഫസല ബാനു, ഷൈനി, സെക്രട്ടറി ഇസ്മായിൽ പുനത്തിൽ, CN അബൂബക്കർ, ഹാഷിം കടക്കാലകം എന്നിവർ പ്രസംഗിച്ചു. നിരവധി സംഘടനകൾ സമരസഖാക്കളെ ഹാരാർപ്പണം ചെയ്തു. ന്യൂസ് ടുഡേ, കോഴിക്കോട്. മറ്റു രാജ്യക്കാർ എംബസികളിൽ പോയി വോട്ട് ചെയ്യുമ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വിമാനം കയറേണ്ട ഗതികേടിലാണ് ഇന്ത്യൻ പ്രവാസികൾ. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇനിയും ഇതിന് ആവശ്യമായ സൗകര്യം ഒരുക്കാത്തത് വൻ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. 15 ഏഷ്യൻ രാജ്യങ്ങൾ, 21 ആഫ്രിക്കൻ രാജ്യങ്ങൾ,
13 വടക്കൻ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ, 6 പസഫിക് രാജ്യങ്ങൾ, 36 യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പൗരന്മാർക്ക് രാജ്യത്ത് വരാതെ തന്നെ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. ഒരേ മുറിയിൽ താമസിക്കുന്നവരും ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമായ വ്യത്യസ്ത രാജ്യക്കാർ UAE-യിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നാട്ടിലേക്ക് പോയി വോട്ട് ചെയ്യുക മാത്രമേ ഇന്ത്യൻ പ്രവാസിയുടെ മുന്നിൽ വഴിയുള്ളൂ. മാറി മാറി വരുന്ന സർക്കാരുകളോടും മന്ത്രിമാരോടും ഈ ആവശ്യം എല്ലായ്പ്പോഴും പ്രവാസികളും സംഘടനകളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി പ്രവാസികളുടെ ഫണ്ട് സ്വരൂപിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്നാൽ ഇക്കാര്യം മറക്കുകയാണ്. ന്യൂസ് ടുഡേ. റിയാദിലെ മമ്പാട് നിവാസികളുടെ കൂട്ടായ്മയായ മമ്പാട് ഏരിയ റിയാദ് വെൽഫെയർ അസോസിയേഷന്റെ 5ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. മർവോത്സവ് 2019 എന്ന ശീർഷകത്തിൽ നടന്ന പരിപാടിയിൽ റിയാദിലെ കലാകാരന്മാർ ഒരുക്കിയ കലാവിരുന്ന് അരങ്ങേറി. മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം NRK ജനറൽ കൺവീനർ നൌഷാദ് കോർമത്ത് ഉദ്ഘാടനം ചെയ്തു. ഉബൈദ് ചീരൻ തൊടിക, അൻവർ പൈക്കാടൻ, പർവേസ് നിലമ്പൂർ, സഫീർ വണ്ടൂർ എന്നിവർ സംസാരിച്ചു. നജീബ് പുത്തൻപീടിക സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുജീബ് KV അധ്യക്ഷനായി. ജീവകാരുണ്യ രംഗത്തും കലാകായിക രംഗത്തും സജീവമായ മർവയുടെ പുതിയ ഭാരവാഹികളായി ഷംജിദ് കരുവാടൻ സെക്രട്ടറി, ഷംസു വടപ്പുറം പ്രസിഡന്റ്, സമീർ കരുവാടൻ ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ടുഡേ, റിയാദ്. ആത്മീയ വിശുദ്ധിയുടെ ഉണർവ് പകർന്ന യൂത്ത് ഇന്ത്യ ബദ്ഹ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സ്വർഗം തേടുന്ന യുവത്വം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി യൂത്ത് സമ്മിറ്റ് സംഘടിപ്പിച്ചു. SIO മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് നഹാസ് മാള മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യവും സമ്പത്തും ദൈവമാർഗത്തിൽ സമർപ്പിക്കാൻ സന്നദ്ധരായവർക്ക് മാത്രമേ സ്വർഗം എന്ന ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് SIO മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് നഹാസ് മാള പറഞ്ഞു. പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ഇന്ത്യ രക്ഷാധികാരി PP അബ്ദുൽ ലത്തീഫ് ഓമശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലസ്റ്റർ പ്രസിഡന്റ് തൗഫീഖ് റഹ്മാൻ അധ്യക്ഷനായിരുന്നു. ക്ലസ്റ്റർ സെക്രട്ടറി ലബീബ് മാറഞ്ചേരി സ്വാഗതവും ഐമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. KMCC ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി റിയാദ് എക്സിറ്റ് 18-ലെ സലാഹിയ ഇസ്തറാഹിയിൽ സംഘടിപ്പിച്ച ബേപ്പൂർ ഫെസ്റ്റ് 2019 സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ വിജയത്തിനായുള്ള കോൾ ഫോർ വോട്ട് ക്യാമ്പയിനും പരിപാടിയിൽ വെച്ച് തുടക്കം കുറിച്ചു. നാഷണൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം M മൊയ്തീൻ കോയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സത്താർ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുറഹ്മാൻ ഫറൂഖ് ആമുഖ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി കുഞ്ഞായി കോടമ്പുഴ സ്വാഗതവും ഹസൻ അലി കടലുണ്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്.